அம்மாண்ட கூட யாரும் இல்லையா? அது என்ன யாரும் இல்ல? சாப்பிட்டாச்சா? സാപ്പിട്ടില്ലയാ? ഇത്ര നേരമായിട്ട് സാപ്പിട്ടില്ലയാ? അമ്മ ഒറ്റയ്ക്കാണോ? അമ്മ എങ്കേയും പോവാതെ ഇங்கே ഇരിക്കണം. ഞാൻ സാപ്പാട് വാങ്ങിയിട്ട് സീക്രം വരെ. അമ്മ இங்கே சாப்பாடு ஒன்றும் கிடைக்காது. டீ சாப்பிடு, கொஞ்சம் சாப்பிடு. பிஸ்கட்டு சாப்பிடு, சாப்பிடு. சாப்பிடம்மா, டீ தணுத்து போகுது. சாப்பிடு, சாப்பிடு. கொஞ்சம் கொஞ்சம் டீ குடிக்கு. அம்மா ஒண்ணுமே கவலைப்படாது. பிஸ்கட் சாப்பிடு. அம்மா டீ மொத்தம் குடிக்கு. அம்மாட ஊர் எங்க சொல்லு. அம்மைக்கு என்ன பிரச்சனை? அம்மையோட குழந்தைகளൊക്കെ என்னாச்சு? உங்களுக்கு என்ன பிரச்சனை சொல்லு. അമ്മ കവലപ്പെടാതെ, എല്ലാം ശരിയാവും. எனக்கு ഒരുപാട് കുഴந்தை இருக்கு. എന്നാ ഇപ്പൊ யாரும் இல்லை, நான் தனியே. ஒன்றும் கவலைப்படண்டம்மா, இங்க வாங்க, அங்க தூங்க, எல்லாம் சரியாயிடும். கொஞ்சம் இங்க அங்க. அம்மா இந்த கவரு தலைக்கு வச்சுட்டு கொஞ்சம் சுகமாயிட்டு தூங்கிக்கோ. நான் இங்க தூங்க. ഈ കിടക്കുന്നവരെല്ലാം നോക്കിയാലോ, പ്ലാറ്റ്ഫോമിലൊക്കെ. മോളെവിടെ രണ്ടാൾ കിടക്കുന്നുണ്ട്. സാരിയെ കൊടുത്ത് നടക്കുന്നവരാകുമ്പോ ഉമ്മാണോ? അത് ഉമ്മാണോ? പഠിച്ചോനെ, ഉമ്മാണോ? അങ്ങനെ ഉമ്മ ഇവിടെ എത്തിയത് മക്കളാ. നിങ്ങൾ എങ്ങനെ ഉമ്മ ഇവിടെ എത്തിയത്? ഉമ്മ എത്ര ദിവസമായി ഉമ്മ ഞങ്ങൾ തപ്പി നടക്കുന്നത്. ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങൾ തപ്പി. മക്കളൊന്നും എത്ര ദിവസമായി ഫുഡ് കഴിച്ചിട്ടെന്താ പറയുക, ഇക്കാക്കന്മാരൊന്നും വിളിക്കുന്നില്ല. നിങ്ങളോട് വരിമ്മ. നിങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടാ മക്കളെ, നിങ്ങൾ പോയിക്കോളി. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉമ്മ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഉമ്മ ഞങ്ങളോട് ഇത്രയും നാള് ചെയ്തനൊക്കെ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു തരുമ്മ. ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. നിങ്ങൾ വരിമ്മ. ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് ഇല്ല ഉമ്മ, അങ്ങനൊന്നുമില്ല. നിങ്ങളില്ലാത്ത വീട്ടിൽ ഞങ്ങളും കയറൂല. നിങ്ങൾ വാ ഉമ്മ, ഞങ്ങളെ കൂടെ പോരിമ്മ. വാ ഉമ്മ ഞങ്ങളെ കൂടെ. അമ്മ உங்க போ, உங்கள்கிட்ட குழந்தை வந்து விழிச்சதல்லே, உங்க போ. எனக்கு 2-3 குழந்தை இருக்கு. யாருமே இதுவரை வந்து என்னை விழிச்சிட்டிല്ല. அம்மா கவலைப்படாதே, போ. നിങ്ങളൊന്ന് കേള്. இந்த அம்மா தங்கமான மனசினோடமே, நீங்க விஷமிப்பிக்கிறது. கொண்டு போ.
ഞങ്ങൾ ഉമ്മനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളും. ഉമ്മങ്ങളൂടെ വാ അമ്മ. അമ്മ വീടിൻ വിളക്ക്. അമ്മേനെ വേറെ വഴിയിലൊന്നും ഇനി കളഞ്ഞു പോകരുത്. കുഴന്തകൾക്കെല്ലാം അമ്മേനെ കൊണ്ട് കാണിച്ചു കൂടെ. ഉമ്മ സന്തോഷമായി പോയി, സന്തോഷമായി ജീവിക്കും. പോയി വരാം. അമ്മ ഭാഗ്യവതിത, എന്നൊന്നും യാർക്കും വേണ്ട. താത്തേ അമ്മ, താത്തേ എന്താ അമ്മ, അമ്മ, താത്തേ പഠിച്ചോനെ ഉമ്മ പോയല്ലേ. പൊന്നുമക്കളെ ഉമ്മാമ പോയോ? എന്റെ ഉമ്മാമ ഇത് പിടിച്ചോ. അല്ല ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ വാങ്ങിയില്ലേ? പറ്റിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നോക്കി അവിടെ എന്തോ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ അവിടെ ഒച്ചും ബേളൊക്കെ? ഇത്രക്കും കാലം എത്താത്ത കാണാത്ത പ്രശ്നം ഇപ്പൊ താത്ത കണ്ട ഞങ്ങളെ പ്രശ്നം. ഇത്താ 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 എന്താണ് മക്കളെ? എന്താ കണ്ണോർക്കയറോ മക്കളെ? എന്തെണ്ണീക്കാത്ത അയറോ പഠിച്ചോനെ നമ്മളെ വിട്ട് പോയ നമ്മളെ വിട്ട് പോയി. കണ്ണു നോർക്ക്. സജീറ ഇജ്ജ് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചടാ. നമ്മളെത്താത്ത പോയി, ഞമ്മക്ക് എത്താത്തല്ല. ഇജ്ജ് വിളിച്ചോളെ. കൊണ്ടുപോയി കൊന്നില്ല നിങ്ങൾ എല്ലാരും കൂടി. എന്റെ താത്താന എല്ലാത്തിനെയും ഞാനുണ്ടല്ലോ മക്കളെ. നിങ്ങളൊക്കെ ഈ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മടപ്പ കിടന്ന് നോവിച്ചിട്ട് കാര്യമല്ലോ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലെടുക്കിൽ നീന്തി ഞാൻ കാണാത്ത ദൂരത്താ തീരത്തൊന്നെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ. ഇത് വെറും ഒരു കണ്ടന്റ് സീരീസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. നമുക്കിടയിൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. നമ്മൾ വിചാരിക്കും പ്രായമുള്ളവരുണ്ടാവുമ്പോൾ നമുക്ക് നാളെ സ്നേഹിക്കാവരെ മറ്റന്നാൾ സ്നേഹിക്കാമെന്ന്. പക്ഷെ ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോകും, അവരെ ആയുസ്സും തീരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അതേപോലെ തന്നെ നമ്മളൊരു ഉമ്മയും ഉപ്പയാകുമ്പോഴേ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മളെ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ.